നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു പിതാവിന്റെ ക്രൂരതയുടെ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നെയ്യാറ്റിൻകരയിൽ 9ാം ക്ലാസ്സുകാരിയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. പീഡനം സഹിക്കാനാവാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യപിച്ചെത്തിയ അച്ഛൻ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, വളരെ ദാരുണമായ ഒരു സംഭവം. എന്താണ് സംഭവിച്ചത്? പെൺകുട്ടി നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്നും തലസ്ഥാനത്ത് നിന്നും അച്ഛന്റെ ഒരു ക്രൂര മർദ്ദനത്തിനിരയായ പെൺകുട്ടിയുടെ ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത്. നെയ്യാറ്റിൻകരയിലാണ് 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചതായിട്ടുള്ള രേഖകൾ, അത് തെളിവാക്കുന്ന പെൺകുട്ടിയുടെ ശബ്ദമടക്കം പുറത്തേക്ക് വരുന്നത്. പീഡനം സഹിക്കാനാവാതെ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരടക്കമുള്ളവർ വിദഗ്ധ ചികിത്സ ഈ പെൺകുട്ടിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. സ്ഥിരമായി മദ്യപിച്ചെത്തി വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായും മർദ്ദിക്കും എന്നുള്ളതാണ് പെൺകുട്ടി പറയപ്പെടുന്നത്. ഈ പെൺകുട്ടി ഇത്തരത്തിൽ പറയുന്ന ഓഡിയോ സംഭാഷണം അടക്കം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ക്രൂരമായി മർദ്ദിച്ചു, വീട്ടിനുള്ളിലിട്ടും ക്രൂരമായി മർദ്ദിച്ചു എന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിയെ മദ്യപിച്ചെത്തിയതിനു ശേഷം മർദ്ദിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കി വാതിലുകൾ പൂട്ടിയിടുമെന്ന് ഗുരുതരമായിട്ടുള്ള പരാതിയാണ് അയാൾക്കെതിരെ ഉയർന്നിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ഈ പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിലുമാണ്. നീലിമ, ശാലിനി, ഇത്ര വലിയ ക്രൂരത ഒരു മകളോട് കാണിക്കാൻ എന്താണ് കാരണം? അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഈ കുട്ടിക്ക് അമ്മ ഉണ്ടല്ലോ, അമ്മ നൽകുന്ന വിവരങ്ങൾ ഇതൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഈ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് മാത്രമാണ് വിവരം ലഭ്യമായിട്ടുള്ളത്. പെൺകുട്ടിയുടെ മറ്റ് വിശദാംശങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ പോലീസിനും ഒപ്പം തന്നെ ആശുപത്രി അധികൃതർക്കും ലഭ്യമായിട്ടില്ല. ഇയാൾ സ്ഥിരമായി മദ്യപിച്ചെത്താറുണ്ട്, സ്ഥിരമായി പ്രശ്നക്കാരനാണ് എന്നുള്ളതാണ് സമീപവാസികൾ അടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവത്തിൽ വിശദമായി തന്നെ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു നടപടികൾ വരും മണിക്കൂറിൽ നമുക്ക് വിശദമായി തന്നെ നൽകാൻ സാധിക്കും. എന്തായാലും അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ, അതും സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, ആ കുട്ടിയെ അതിക്രൂരമായി സ്വന്തം പിതാവ് തന്നെ മർദ്ദിച്ചതിന്റെ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നീലിമ.